Good morning, dears. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാൻമെയ്ഡ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. മൊത്തത്തിൽ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് നമ്മളെ സബ്ജക്റ്റ്. അതായത് ഡിസാസ്റ്റേഴ്സ് എങ്ങനെയൊക്കെയാണ്, എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ട്രാൻസ്പോർട്ട് ആക്സിഡൻ്റ് ആണ്, പോപ്പുലേഷനും ഇൻഡസ്ട്രിയൽ ആക്സിഡൻസും ഒക്കെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു. അതേപോലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് എപ്പിഡമിക് ആൻഡ് സുനാമി, എർത്ത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, എന്താണ് ഡിസാസ്റ്റർ എന്നുള്ള വേർഡിൻ്റെ മീനിങ്? ഇസ് ഒറിജിൻ ദ ഫ്രഞ്ച് വേർഡ് എന്നാണ് ഡിസാസ്റ്റർ എന്നുള്ള പേര് വന്നത്. വിച്ച് ഈസ് കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ്. ഡിസ് മീൻസ് ബാഡ് ആൻഡ് ആസ്റ്റർ മീൻസ് സ്റ്റാർ. ഡിസ് മീൻസ് ബാഡും സ്റ്റാറും, അതാണ് ഡിസാസ്റ്റർ. ഓക്കെ, ഡസ് മീൻസ് ബാഡ്, മറന്നു പോവരുത്. ആൻഡ് ആസ്റ്റർ മീനിങ് സ്റ്റാർ. ഓക്കെ, ബാഡ് സ്റ്റാർ. ഇൻ ഏർലിയർ ഡേയ്സ് ഡിസാസ്റ്റർ വാസ് കൺസിഡേർഡ് ടു ബി some unfavorable star. Nowadays the disasters commonly used to denote only odd event. അതായത് ഡിസാസ്റ്റർ എന്നുള്ള പദത്തിൻ്റെ പേര് ദുരന്തം എന്നാണ്. അത് ഡിസ് മീൻസ് സാഡ്, ആസ്റ്റർ മീൻസ് സ്റ്റാർ അല്ലേ. അപ്പോൾ സാഡ് സ്റ്റാർ, അതായത് ദുരന്തം. സാഡ് മീൻസ് വേദന, വിഷമം, ദുഃഖം എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു ലെവലിലാണ് അത് വിചാരിച്ചത്. ദ ഡിസാസ്റ്റർ മീൻസ് calamity or grave occurrence in any area arising from natural man-made causes by accident of which results of substitutions, loss of lives and human suffering, damage to destruction of property of damage to property of damage നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഒരു ലൈഫ്, ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ആണ് എന്ത് ഡിസാസ്റ്റർ എന്നുള്ള കറക്റ്റ് മീനിങ്. ലോസ് ഓഫ് ലൈഫ്, ജീവിതം നശിക്കുക, ആൻഡ് ലോസ് ഓഫ് പ്രോപ്പർട്ടി, സ്വത്തുവകകൾ ഇല്ലാതെയാവുക. കാരണം പെട്ടെന്നാണല്ലോ ഈ ദുരന്തം, പറഞ്ഞുകൊണ്ട് ഒരിക്കലും എന്ത് വരുന്നില്ല, ദുരന്തം പെട്ടെന്നാണ് ദുരന്തം വരിക. അപ്പം എന്താണുള്ളത് അതൊക്കെ അങ്ങോട്ട് ഇല്ലാതെ ലോസ് ചെയ്യുന്നതാണ് നമ്മൾ ദുരന്തം എന്ന് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ ഫോളോയിങ് ആസ് ദ റിലേറ്റഡ് ഇമ്പാക്ട്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഡിസാസ്റ്റേഴ്സിൻ്റെ റിലേറ്റ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? അതിൻ്റെ ഇമ്പാക്ട്സ്, അതായത് ഫലങ്ങൾ എന്തൊക്കെയാണ്? ഇമ്പാക്ട്സ് എന്നാൽ ദുരന്ത ഫലങ്ങൾ എന്തൊക്കെയാണ് വരിക? ഫോളോയിങ് അപ്പം നോർമൽ പാറ്റേണിൽ ലോസ് ഓഫ് ലൈഫ്, നേരത്തെ പറഞ്ഞു അല്ലേ, ലോസ് ഓഫ് ലൈഫും പിന്നെ ലോസ് ഓഫ് പ്രോപ്പർട്ടി, loss of life and loss of property and to loss of economic and social structure. Loss of economic and social structure. Loss of economic and social, loss of life and loss of property, loss of economic structure and loss of social structure, and disruption in a community needs of shelter, food, clothing and medical help. Disruption to community നീഡ്സ് ഓഫ് ഷെൽട്ടർ. എന്താണ് കമ്മ്യൂണിറ്റിക്ക് പിന്നീട് എന്തൊക്കെ വേണ്ടി വരും? ഈ ഒരു എന്തിനാ പറയുന്നത്? നമ്മളെന്താ പറഞ്ഞത്? ദ ഫോളോയിങ് ആഫ്റ്റർ ഇമ്പാക്ട്സ് ഓഫ് ഇമ്പാക്ട്സ് ആണ്. ഒരു ഡിസാസ്റ്റർ വന്നു പോയതിനു ശേഷം ആ ഒരു പ്രദേശം, ആ ലൊക്കാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇമ്പാക്ട്സ് ആണ് അല്ലേ, ഫലങ്ങൾ. എന്തൊക്കെ ഫലം മീൻസ് എന്തായാലും ലോസ് ചെയ്തു. എന്തൊക്കെ ലോസ് ചെയ്തു? അവിടെ സ്വത്ത് നഷ്ടപ്പെട്ടു, അവിടെ കുറേ ജീവിതം നഷ്ടപ്പെട്ടു, ജീവിതങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. സോഷ്യലി ആൻഡ് എക്കണോമിക്കലി അവരുടെ സ്ട്രക്ചറൊക്കെ നശിച്ചു പോയി. പിന്നെ എന്താ വേണ്ടത് അവർക്കിനി? കമ്മ്യൂണിറ്റി നീഡ്സ് ടു ഷെൽട്ടർ. പിന്നെ അവർക്ക് എന്തൊക്കെ വേണം? ഷെൽട്ടർ വേണം, ഒരു താമസ സൗകര്യം വേണം, ഫുഡ് വേണം, ക്ലോത്തിങ് വേണം, മെഡിക്കൽ ഹെൽപ്പും വേണം അല്ലേ. അതായത് പരിക്ക് പറ്റിയവർക്കൊക്കെ എന്ത് വേണം? മെഡിക്കൽ ഹെൽപ്പ് വേണം. ആൻഡ് ഔട്ട്സെറ്റ് ഓഫ് സൈക്കോളജിക്കൽ ട്രോമ ആൻഡ് ലോസ് ഓഫ് ലൈഫ്ഹുഡ്, അതന്നെ ജീവിതം നശിച്ചുപോയി. ആൻഡ് ട്രാൻസ്പോർട്ട്, ദ ലോസ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ. ട്രാൻസ്പോർട്ടിന് ഇൻഫ്രാസ്ട്രക്ചറിന് ഇല്ലാതെയായിപ്പോയി. അതായത് ഗതാഗത സൗകര്യം. പിന്നെ ഒരു പ്രദേശം തന്നെ ഒഴിച്ചു പോകുമ്പോൾ ഗതാഗത സൗകര്യങ്ങൾ എന്തായാലും എന്ത് ചെയ്യും? ഇല്ലാതെയാവും. അതിലെന്തൊക്കെ ഉണ്ടാവും? ഗതാഗത സൗകര്യങ്ങൾ, വില്ലേജ് ഓഫീസ്, സ്കൂളുകൾ, ബാങ്കുകൾ, പഞ്ചായത്തുകൾ. ആ ഒരു ലൊക്കാലിറ്റി മൊത്തത്തിൽ അങ്ങനെ ഒഴിച്ചു പോകും. ആ ലൊക്കാലിറ്റിയുള്ള സകല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഒഴിച്ചു പോവുകയാണ്. അപ്പോഴാണ് അവിടെ സോഷ്യലി
ലോസ് വരുന്നത് അല്ലേ. സോഷ്യലി ഇൻസ്റ്റിറ്റ്യൂഷൻ ലോസ് ആവുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സാമൂഹികമായി ഇടപഴകുന്ന പല സാമൂഹിക സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചു പോകണം. അപ്പോൾ സോഷ്യലി നമ്മൾ എന്തായി ലോസായി. എക്കണോമിക്കലി എങ്ങനെ ലോസ് ആവുക? പ്രോപ്പർട്ടി നമ്മുടെ പോവർട്ടി മീൻസ് ദാരിദ്ര്യം അല്ലേ. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്വത്തുക്കൾ, അതായത് സ്വത്ത് നമ്മളെ വളർത്തുന്ന ഒരു നായ അതുവരെ നമ്മൾ എന്താണ് അവരുടെ സ്വത്തായിട്ട് കണക്കാക്കുന്നത്. പിന്നെ അവരുടെ പശു, അവരുടെ എന്താ പറയുക, പാലൊക്കെ വിൽപ്പനയുള്ള ഏരിയ ആണെങ്കിൽ പശുക്കൾ, ധാരാളം പശുക്കൾ, ആലകൾ, പിന്നെ ഇനി മറ്റേ താറാവ് വളർത്തുന്ന ആൾക്കാരുണ്ടാവും ഇൻകമത്തിന് വേണ്ടി. അങ്ങനെ അതൊക്കെ സ്വത്തിൽ കൂട്ടണം. അല്ലാതെ സ്ഥലം മാത്രം ഒലിച്ചു പോകുന്നതല്ല. സ്ഥലം അത് സ്വത്താണ്. ഓൾറെഡി ഇത്ര ഏരിയ, ഏക്കർ കണക്കിന് സ്വത്തുക്കൾ, അതായത് വസ്തുവകകൾ ഒലിച്ചു പോകും. അല്ലാതെ ജീവനുള്ള സ്വത്തുക്കളാണ് എന്തൊക്കെ? നമ്മുടെ താറാവിനെ വളർത്തി ജീവിക്കുന്ന ആൾ, കോഴികളെ വളർത്തുന്ന ആൾക്കാരുണ്ടാവും, പശു ഉണ്ടാവും, പാല് കറന്ന് ജീവിക്കുക. അതൊക്കെ അവരുടെ സ്വത്താണ്. അവരുടെ വരുമാന മാർഗത്തിന് ഉതകുന്ന സ്വത്തുക്കൾ അതൊക്കെ അങ്ങോട്ട് ഒലിച്ചു പോകണം. അപ്പോൾ അതെല്ലാം എൻ്റെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി നഷ്ടമാണ്, ലോസാണ്. ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് എന്താണ്? ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ്. ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ് ആ നിയമവ്യവസ്ഥകളൊക്കെ താറുമാറായിപ്പോ അല്ലേ. അതായത് ആ പ്രദേശം മൊത്തം പോയ ട്രാഫിക്കും പിന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഒലിച്ചു പോകും. മീൻസ് വാഹന ഗതാഗത സൗകര്യങ്ങളെല്ലാം ഒലിച്ചു പോകുമ്പോൾ പിന്നെ എന്തിനാണ് ഒരു ട്രാഫിക്, പിന്നെ എന്തിനാണ് ലോ, പിന്നെ അതൊക്കെ പിന്നെ അത് അറേഞ്ച് ചെയ്ത് വരാൻ വളരെ വളരെ നേരം വൈകുകയും ചെയ്യും. എന്താവും? പ്രശ്നങ്ങളാണ്. ഓക്കെ, ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ്. ദെൻ എപ്പിഡമിയോളജിക്കൽ ത്രെഡ്സ്. അതായത് നമുക്ക് രോഗങ്ങൾ, അതായത് ഒരു പക്ഷേ ഇനിയിപ്പോൾ ഇൻ കേസ് ദുരന്തം വന്നത്, ഡിസാസ്റ്റർ വന്നത് എന്താണ്? വെള്ളപ്പൊക്കമാണെങ്കിൽ, വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളോളം ചിലപ്പോൾ ഒരേ സ്ഥലത്ത് കെട്ടിക്കിടന്നിട്ടാണ് ഇത് പോകുന്നത്. അപ്പം തന്നെ അവർ കെട്ടിക്കിടന്ന് അങ്ങോട്ട് പോകുമ്പോൾ പഴയ ചളിവെള്ളം ആ വീടോ അല്ലെങ്കിൽ അവിടെ താമസ സൗകര്യമുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പിന്നീട് അവിടേക്ക് താമസിക്കാൻ വരുമ്പോൾ ആ എന്തൊക്കെയോ വൃത്തികെട്ട വെള്ളം ഇറങ്ങിപ്പോയതാവാം. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ പടരാനും വൃത്തിയില്ലാത്ത അവസ്ഥ വരാനും സാധ്യത വളരെ 100% കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ പെട്ടെന്ന് മരിക്കാനും പകർച്ചവ്യാധി പടരാനും സാധ്യതയുണ്ട്. ദെൻ മൈഗ്രേഷൻ ആൻഡ് ഷോർട്ട് ടേം ലോങ് ടേം. മൈഗ്രേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ജനങ്ങൾ തീർത്ഥാടകരായി മാറി താമസിക്കുന്നതാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിസാസ്റ്റർ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആസ്പെക്ട്സ്. എന്താണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആസ്പെക്ട്സ്? അത് വേറെ തന്നെ ഒരു ബോക്സിലാക്കിയിട്ട് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആസ്പെക്ട്സ്. അപ്പോൾ നിങ്ങളെ മാർക്ക് കിട്ടാൻ ഈ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആസ്പെക്ട്. ഇവിടെ 1, 2, 3 എണ്ണം, ഇവിടെ എണ്ണം കൊടുക്കുക. ഇവിടെ എന്തൊക്കെയാണ് ഡിസാസ്റ്റർ നോക്കാം. നെഗറ്റീവ് ഡാമേജ് ആണ്, പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. പോസിറ്റീവായിട്ട് എന്ത് പറയും? ഡെവലപ്മെൻറ്റും നെഗറ്റീവ് ഡാമേജും. ദെൻ സെർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിവിയർ എന്ന് പറഞ്ഞാൽ സിവിയർ ആയിട്ട് പല പ്രശ്നങ്ങൾ വരും അല്ലേ. മറ്റേത് എന്താ? ഷെയറിങ് ആവുക. നെക്സ്റ്റ് ട്രോമ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, എമർജൻസി ആൻഡ് എഡ്യൂക്കേഷൻ. റിസ്ക് എന്താണ്? റിസൈലൻസ്. അതായത് മൊത്തത്തിൽ പോസിറ്റീവായിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ അത് കൂടുതൽ എന്താണ്? പോസിറ്റീവായ കാര്യങ്ങളൊന്നും ഡിസാസ്റ്ററായി ഉണ്ടാവത്തില്ല എന്നതാണ് നമ്മുടെ ഒരു പൊതുവെയുള്ള കണക്കുകൂട്ടൽ. പക്ഷേ ഇവിടെ ജസ്റ്റ് പറയുന്നുള്ളൂ എന്താ? ഡാമേജ് ചെയ്തോ ഡെവലപ്മെൻറ്റ്. ഡാമേജിന് വിപരീതമാണ് ഡെവലപ്മെൻറ്റ്. ഡാമേജ് ചെയ്യാന്ന് നശിച്ചു പോവാം. ഡെവലപ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വികസനം എന്നാണ് അർത്ഥം. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും എന്തായാലും എന്തില്ല? നെഗറ്റീവ് ഇല്ല, എന്തില്ല? പോസിറ്റീവ് ഇല്ല, ഫുൾ നെഗറ്റീവ് മാത്രമാണ് ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ. ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്: ഫ്ലഡ്സ്, ദെൻ സ്റ്റോം, ക്ലൗഡ് ബേസ്റ്റ്, ഹീറ്റ് വേവ്, സ്നോ അവലാഞ്ചസ് ആൻഡ് മഞ്ഞുമഴ അല്ലേ. ഡ്രോട്ട്സ്, സീ ഇറോഷൻ, കടൽ സീ ഇറോഷനായി വരിക. ദെൻ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇടിയും മഴയും മിന്നലും, അതൊക്കെ എന്താണ്? ദുരന്തം തന്നെയാണ്. ദെൻ സുനാമി. ജിയോളജിക്കൽ ഭൂമിശാസ്ത്രപരമായിട്ടുണ്ടാകുന്ന എന്താ? ലാൻഡ് സ്ലൈഡ് ആൻഡ് മഡ് ഫ്ലോസ്, മണ്ണിടിച്ചിൽ. എർത്ത് കേക്ക്, ഭൂമികുലുക്കം. ആൻഡ് ഡാം ഫെയിലിയർ, ഡാം ബ്രസ്റ്റ് അല്ലെ. ഡാം ഫെയിലിയർ ആയി പോകുന്നത് ഒരു ദുരന്തം. ഡാമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിയാൽ ആ പ്രദേശത്തുള്ള മൊത്തം ജനങ്ങൾ വെള്ളത്തിലാണ്ട് അവരൊക്കെ എന്തായി മരിച്ചു പോകും. അപ്പോൾ ഡാം ഫെയിലിയറും എന്താണ്? ഒരു ദുരന്ത നിവാരണമാണ്. ദെൻ ആക്സിഡൻറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് എന്തൊക്കെയാണ്? ഫോറസ്റ്റ് ഫയർ, അതൊക്കെ ആക്സിഡൻറ്റ്, പെട്ടെന്ന് എങ്ങനെയോ തീ പടർന്ന് മനുഷ്യൻ്റെ കൈകൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഒരു തീ നിലത്ത് വീണ് പോയാൽ
ഭൂമി ഒന്നും എന്തായാലും കത്തിക്കൂല. കയ്യിലോ ഇരിക്കുന്ന എന്തെങ്കിലും കൊണ്ട് ഭൂമിയിൽ ചെറിയൊരു കരിയിലേക്ക് തീ പിടിച്ച് പോയാൽ മൊത്തം എന്തായി? തീക്കാറ്റായി. മൊത്തം തീ കാറ്റിലേക്ക് അത് പടർന്ന് കൊടുങ്കാറ്റായി കാട്ടുതീയായി മാറി. അർബൻ ഫയർസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് കാലിക്കറ്റ് സിറ്റിയിൽ ഒരു അർബൻ ഫയർ ഉണ്ടായില്ലേ? ഷോപ്പിൽ തീ പിടിച്ചു. ഷോപ്പ് മൊത്തം പുതിയ സ്റ്റാൻഡ് എന്ന് പറയുന്ന ന്യൂസില്ലേ, പുതിയ സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗം മുഴുവനും കത്തി നശിച്ചു. കാരണം കുറേ ടെക്സ്റ്റൈൽ ഷോപ്പ് കത്തി നശിച്ചു. അപ്പോൾ ആ ഷോപ്പ് ഉടമകൾക്കൊക്കെ എന്തായി മാറി? അവിടെ വരുമാന മാർഗമില്ലാതെയായി. മേജർ ബിൽഡിംഗ് കൊളാപ്സ്, സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് ആൻഡ് ഫെസ്റ്റിവൽ റിലേറ്റഡ് ഡിസാസ്റ്റർ, ഇലക്ട്രിക്കൽ ഡിസാസ്റ്റേഴ്സ്, ബോർഡ് ക്യാമ്പ്, വില്ലേജ് ഫയർ, ഗ്രാമത്തിലുണ്ടാകുന്ന തീ, ഇതെല്ലാം എന്താണ്? ഡിസാസ്റ്റർ. ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ദെൻ എപ്പിഡമിക്, പെസ്റ്റ് അറ്റാക്ക്, കാറ്റിൽ എപ്പിഡമിക്, ഫുഡ് പോയ്സണിങ് അല്ലേ? ഭക്ഷ്യവിഷബാധയ്ക്ക് എന്താണ്? ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് ആണ്. ഭക്ഷണം കഴിച്ച് കുഞ്ഞുങ്ങൾ മരിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, എർത്ത് കേക്ക്, ഓക്കെ, വോൾക്കാനിക് ഇറപ്ഷൻ, ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ, സുനാമി ഒക്കെ നമുക്കറിയാം. ഫ്ലഡ്, വെള്ളപ്പൊക്കം വന്നാൽ പിന്നെ നഷ്ടങ്ങളുടെ കണക്ക് തീർത്താൽ തീരില്ല അല്ലേ? നമുക്ക് ജീവനും സ്വത്തൊക്കെ അപകടത്തിലാവും. ഡ്രോട്ട്, വൈൽഡ് ഫയർ, കാട്ടുതീ. ദെൻ സ്റ്റോം, കൊടുങ്കാറ്റ്, ഭയങ്കരമായി കൊടുങ്കാറ്റുള്ളതെല്ലാം നശിപ്പിക്കുന്നു. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ. മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്തെല്ലാം? ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ആക്സിഡൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രാൻസ്പോർട്ട് ആക്സിഡൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് അല്ല, ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് ആണ് പൊല്യൂഷൻ ഒക്കെ കേട്ടോ. ഇൻഡസ്ട്രിയൽ ആയിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് പൊല്യൂഷൻ. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മലിനീകരണം. പൊല്യൂഷൻ വരുന്നതും പ്രശ്നം തന്നെയാണ്. ആൻഡ് ഡീഗ്രഡേഷൻ ഓഫ് വൺ ഓഫ് മോർ. നെക്സ്റ്റ് അതർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ്. എന്താണ് അതർ ക്ലാസിഫിക്കേഷൻ വരുന്നത്? എന്താണ് അതർ ക്ലാസിഫിക്കേഷൻ വരുന്നത്? കോമ്പൗണ്ട് ഡിസാസ്റ്റർ, കോംപ്ലക്സ് ഡിസാസ്റ്റർ, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, ഇതെല്ലാം എന്താണ്? ഡിസാസ്റ്ററിൽ വരുന്ന വേറെ ഭാഗങ്ങളാണ്. കോംപ്ലക്സ് ഡിസാസ്റ്റർ ആർ ദോസ് ദാറ്റ് ലീഡ് ടു കൊളാപ്സ് ദ പൊളിറ്റിക്കൽ അതോറിറ്റി ടു ലീഡ് സം അതർ കോംപ്ലക്സ് വേർ ആർ പ്രോബ്ലംസ് ഇൻവോൾവ് ഇൻ്റഗ്രേറ്റഡ് ഏരിയ. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ള നമുക്ക് ഡിസാസ്റ്റർ സഡൻ ഇവൻ ബ്രിങ്ങിങ് ഗ്രേറ്റ് ഡാമേജ് ആൻഡ് ലോസ് അവർ ഡിസ്ട്രക്ഷൻ. നമ്മൾ പറഞ്ഞു ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ആൻഡ് ഇമ്പാക്ട്സ്, ഓർഡർ, ലോസ് ഓഫ് ലൈഫ്, പ്രോപ്പർട്ടി, എക്കണോമിക്, എപ്പിഡമിക് വരുന്നു, സുനാമി, അങ്ങനെ കുറേ ഫുൾ ഡിസാസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളാണ്. ഇതിൽ എന്താണ്? മൊത്തം ലോസ് തന്നെയാണ്. ഇതിൽ പോസിറ്റീവ് ആസ്പെക്ട്സ് പ്രത്യേകിച്ചൊന്നുമില്ല. ഫുൾ നെഗറ്റീവായിട്ട് പ്രശ്നങ്ങൾ, ഇമ്പാക്റ്റാണ് നമുക്ക് സൊസൈറ്റിയിലാണെങ്കിലും എല്ലാവർക്കും പൊതുവേ. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു പ്രോപ്പർട്ടിയിൽ നമ്മൾ വേറെ തന്നെ ഇതിൽ ഒരു പാരഗ്രാഫ് നേരത്തെ മിസ് വായിച്ചു. പ്രോപ്പർട്ടി എന്ന് പറയുമ്പം അതായത് നമ്മുടെ കണ്ണിൽ കാണുന്ന ഈ സ്വത്തുവകകൾ മാത്രമല്ല, അവർ ഇൻകത്തിന് ഉപയോഗിക്കുന്ന, അവരെല്ലാം ഇനിയിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോഴികളെ വളർത്തുന്നവരുണ്ടാവും, താറാവുകളെ വളർത്തുന്നവരുണ്ടാവും, കാറ്റിൽ ഫീൽഡ്, നമുക്ക് പിന്നെ കന്നുകാലികളെ പാല് എടുത്ത് ഇൻകം ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പലതുണ്ട്. അതും പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടും. അത് അവരുടെ സ്വത്താണ്. മീൻസ് നിലം അല്ലെങ്കിൽ ഏക്കർ കണക്കിന് സ്വത്ത് നമ്മൾ പറയും. അതല്ലാതെ അവരുടെ ഇൻകമിൽ വരുന്ന സ്വത്ത് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ലോസ് ഓഫ് പ്രോപ്പർട്ടി. ഓക്കെ, ആ സ്വത്തൊക്കെ നശിച്ചു പോകുന്ന കോഴികളും ആടുകളൊക്കെ ഒലിച്ചു പോയിട്ട് ആ ഒരു പ്രദേശം എന്തായി മാറാണ്? ബിഗ് സീറോ ആയി മാറുന്ന അത് ലോസാണ്. ഓക്കെ, പ്രോപ്പർട്ടി ലോസാണ്. ദെൻ ലോസ് ഓഫ് ലൈഫ് മീൻസ് നമ്മൾ ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഓൾറെഡി നമ്മൾ എന്തായാലും അല്ലെ ജീവനും സ്വത്തൊക്കെ പോവും. എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ, ലോസ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. ആ ഒരു ഏരിയയിലെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സോഷ്യലി ഇൻസ്റ്റിറ്റ്യൂഷനിൽ വില്ലേജ് ഓഫീസൊക്കെ ഒലിച്ചു പോകുന്നു, പഞ്ചായത്ത് ഒലിച്ചു പോകും. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയല്ലേ, സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന പഞ്ചായത്താണെങ്കിലും വില്ലേജ്
വില്ലേജ് ആണെങ്കിലും ഇനിയിപ്പോൾ ഒരു ഹെൽത്ത് സെൻ്റർ ആണെങ്കിൽ പോലും അതെല്ലാം ഒരു സോഷ്യൽ ഇടപെടുന്ന ഇവരതൊക്കെ ലോസ് ആവുകയാണ്, ഒലിച്ചു പോവുകയാണ്. ആ പ്രദേശത്തിനൊന്നും ഇല്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ലോസ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. ഓക്കെ.